Good morning, students. അടുത്ത നമുക്ക് ഏഴാമത്തെ പ്രോബ്ലം നോക്കാം. ഏഴാമത്തെ പ്രോബ്ലം ആണ് യൂസ് ട്രപ്പിസോഡിയൽ റൂൾ ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 x cube dx considering 5 sub intervals. ട്രപ്പിസോഡിയൽ റൂൾ ഉപയോഗിച്ച് ഇന്റഗ്രൽ 0 to 1 x cube ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ ഇന്റർവൽ എത്ര ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത്? 5 സബ് ഇന്റർവൽസ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോ ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മള് ഫസ്റ്റ് വാല്യൂ 0, 5 ഇന്റർവൽ ആണ് പറയുന്നത്. അപ്പൊ 0.2, 0.4, 0.6, 0.8, 1. ഓക്കെ, 1, 2, 3, 4, 5 ഇന്റർവൽ. We have 5 intervals. ഇവിടെ h എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? h എന്ന് പറഞ്ഞാൽ is equal to 0.2. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് 0.2. h is equal to 0.2. ട്രപ്പിസോഡിയൽ റൂൾ ഉപയോഗിച്ച് നമ്മുടെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ആ ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ 0 to 1 x cube dx is equal to h/2 into y0 plus y5. ഇത് ലാസ്റ്റ് വാല്യൂ y5 ആണ്. പ്ലസ് 2 into y1 plus y2 plus y3 plus y2. ഇതാണ് നമ്മുടെ ഫോർമുല. ഇപ്പോൾ ട്രപ്പിസോഡിയൽ റൂൾ ഉപയോഗിച്ച് ഇവിടെ 5 ഇന്റർവൽ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ഈ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. h/2 into y0 plus y5. ഫസ്റ്റ് വാല്യൂ y. ഇവിടെ y യുടെ വാല്യൂ എഴുതാം. ഇത് y യുടെ വാല്യൂ. y1 y0 y1 y2 y3 y4 y5. അപ്പോൾ ഫസ്റ്റ് വാല്യൂ y0, ലാസ്റ്റ് വാല്യൂ y5. പിന്നെ അടുത്തുള്ള വാല്യൂ y1 y2 y3 y4. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h ന്റെ വാല്യൂ എത്രയാണ്? 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to 1 x cube dx ന്റെ വാല്യൂ. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷന്റെ ആവശ്യമില്ല. ഇന്റഗ്രേഷന്റെ ഫോർമുല ഒന്നും വേണ്ട. ഇന്റഗ്രേഷന്റെ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യാതെ ന്യൂമറിക്കൽ വാല്യൂസ് ഉപയോഗിച്ച് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ y0 y1 y2 y3 യുടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ x is equal to 0 ആകുമ്പോൾ y യുടെ വാല്യൂ y എന്ന് പറഞ്ഞാൽ x ക്യൂബ് ആണ്. അപ്പോൾ 0 ഉണ്ട്. x is equal to 0.2. y യുടെ വാല്യൂ എത്രയാണ്? 0.2 ന്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.008. ഇനി y is equal to 0.4 ആകുമ്പോൾ 0.4 ന്റെ ക്യൂബ്. 0.4 ന്റെ ക്യൂബ് എത്രയാണ്? 0.064. ഇനി അടുത്ത എന്താണ്? x ക്യൂബ്. x എന്ന് പറഞ്ഞാൽ 0.6 ആകുമ്പോൾ x ക്യൂബ് എത്രയാണ്? 0.6 ന്റെ ഹോൾ ക്യൂബ്. that is equal to 0.216. അടുത്ത 0.8 ന്റെ ഹോൾ ക്യൂബ്. 0.8 ന്റെ ഹോൾ ക്യൂബ് എത്രയാണ്? 0.512. ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y യുടെ വാല്യൂസ് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചു. y0 കിട്ടി, y1 കിട്ടി, y2 കിട്ടി, y3 കിട്ടി, y4 കിട്ടി, y5 കിട്ടി. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഇത് y0 ആണ്. ഇത് ലാസ്റ്റ് വാല്യൂ y5 ആണ്. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് y0. ഈ വാല്യൂ എന്താണ്? ഇത് y5. ഇതെന്താണ്? ഇത് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ y1, ഇത് y2, ഇത് y3, ഇത് y4. അപ്പൊ y0 y1 y2 y3 y4 എല്ലാം നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h ന്റെ സ്ഥാനത്ത് 0.2/2, y0 ന്റെ സ്ഥാനത്ത് കൊടുക്കണം 0 പ്ലസ് y5 ന്റെ സ്ഥാനത്ത് 1. 0 plus 1 plus 2 into y1 എത്രയാണ്? 0.008 പ്ലസ് y2 എത്രയാണ്? 0.064 പ്ലസ് y3 0.216 പ്ലസ് y4 0.512. അപ്പൊ 0.2/2 into 1 plus 2.008 0.064 0.216 plus 0.512. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 0.2/2. 0.2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണ്. 0 plus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 plus ഇനി നമുക്ക് ഇവിടെ വാല്യൂസ് എല്ലാം നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 into 0.008 0.064 0.216 0.512 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.8 എന്നാണ്. That is 0.1 1 plus 2 into 0.8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 ആണ്. Then നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0.1 1 plus 1.6 1 plus 1.6 എത്രയാണ്? 2.6 into 0.1 എന്ന് പറയുമ്പോൾ 1 plus 1 2.26 നമുക്ക് ആൻസർ കിട്ടും. 0.26 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ട്രപ്പിസോഡിയൽ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് 0.26. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ട്രപ്പിസോയിഡ് റൂളിന്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ 5 സബ് ഇന്റർവൽ ആണ്. അതുകൊണ്ട് ഇന്റഗ്രൽ 0 to 1 x³ dx is equal to h/2 into y0 plus yn ആണ്. ഇവിടെ yn എന്ന് പറഞ്ഞാൽ എത്രയാണ്? y5 ആണ്. y0 plus yn. ഇവിടെ y0 plus ലാസ്റ്റ് വാല്യൂ y5 ആയതുകൊണ്ട് y0 plus y5 plus 2 into y1 plus y2 plus y3 plus y. അപ്പൊ എത്ര ഇന്റർവൽ ആണെന്ന് നോക്കാം. ആ ഇന്റർവൽ അനുസരിച്ച് നമ്മുടെ x നെ നമ്മൾ കട്ട് ചെയ്യുന്നു. 0 മുതൽ 1 വരെ ആക്കുന്നു. അപ്പൊ ഇതിന്റെ ഓരോ ഡിസ്റ്റൻസ് എത്രയാണ്? എല്ലാ ഡിസ്റ്റൻസ് കോമൺ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 0.2. അതിനാണ് നമ്മൾ h എന്ന് വിളിക്കുക. അപ്പൊ x0 ന് കറസ്പോണ്ടിങ് ആയിട്ട് y0 കണ്ടുപിടിച്ചു, x1 ന് കറസ്പോണ്ടിങ് ആയിട്ട് y1 കണ്ടുപിടിച്ചു, x2 ന് കറസ്പോണ്ടിങ് ആയിട്ട് y2 കണ്ടുപിടിച്ചു. ഇങ്ങനെ എല്ലാ വാല്യൂസും കിട്ടി കഴിയുമ്പോൾ y0 y1 y2 y3 y4 y5 എല്ലാം കിട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അത് കിട്ടും 0.26 കിട്ടും. അപ്പോൾ ഇന്റഗ്രേഷൻ കൂടാതെ, ഇന്റഗ്രേഷൻ ഉപയോഗിക്കാതെ ന്യൂമറിക്കൽ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഫംഗ്ഷനെ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. അതാണ് ട്രപ്പിസോയിഡ് റൂളിന്റെ പ്രത്യേകത. നമ്മൾ ഇന്റഗ്രേഷൻ സ്റ്റാൻഡേർഡ് ഫോർമുല ഒന്നും വേണ്ട. ഇന്റഗ്രേഷൻ സ്റ്റാൻഡേർഡ് ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1. നമ്മൾ ആ ഫോർമുല ഒന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. വിത്തൗട്ട് യൂസിങ് ദ ഇന്റഗ്രേഷൻ ഫോർമുലാസ്, ഓൺലി യൂസിങ് ന്യൂമറിക്കൽ വാല്യൂസ്. ന്യൂമറിക്കൽ വാല്യൂസ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. ആൻസർ നമുക്ക് 0.26 കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. ട്രപ്പിസോയിഡ്